എല്ലാവർക്കും നമസ്കാരം. ആ ഹലോ, കുറേ പേരുണ്ടല്ലോ. എല്ലാവർക്കും സുഖമല്ലേ? താങ്ക് യു. എനിക്ക് എന്താ പറയുക, കോഴിക്കോടിനെ കുറിച്ച് അധികം പറയേണ്ട കാര്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നതാണ്, എപ്പോഴും വരുന്നതാണ്. എൻ്റെ ഭാര്യ വീടുകൂടെയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന, എന്നെ കണ്ടുപടുത്തിട്ടുണ്ടാവും നിങ്ങളെല്ലാവരും ഇവിടെ. പിന്നെ ഞാൻ ഇവിടെ വന്നത് നമ്മുടെ പുതിയ പടം 17-ാം തീയതി ഇറങ്ങാൻ പോവുകയാണ്, പാതിരാത്രി. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം തിയേറ്ററിൽ തന്നെ പോയി കാണണം. നമ്മുടെ ഡയറക്ടർ അറിയാലോ, എപ്പോഴും ഞാൻ ആദ്യം പടം ചെയ്തതിന് ശേഷം രണ്ടാമതൊരു പടമാണ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ പടവും വളരെയധികം ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവരും പടം പോയി കാണണം. ഒന്നുകൂടി എല്ലാവർക്കും നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ വകയൊരു ബിഗ് താങ്ക്സ് ഉണ്ട്. കൂലി കണ്ടതിന് ശേഷം ഇതൊന്ന് നേരിട്ട് കാണണം ഇദ്ദേഹത്തെ വിചാരിച്ചു, ആ സ്റ്റെപ്പ് ഒന്ന് കാണണമെന്ന് വിചാരിച്ചു. നമുക്ക് വേണ്ടിയിട്ടാണ് കിഡ്ലൻ പെർഫോമൻസ് ഉണ്ടായിരുന്നത്. ഇനി ആരാ സംസാരിക്കണ്ടേ? അശോകൻ ചേട്ടനെയാണ് വിളിക്കുന്നത്. കോഴിക്കോടിന് ഏറ്റവും വലിയൊരു നമസ്കാരം. കാരണം കോഴിക്കോട് എന്ന് പറഞ്ഞാൽ ഞാൻ മിമിക്രി പറയുന്ന കാലം തുടങ്ങി എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണ് കോഴിക്കോട്. നല്ല ഭക്ഷണം തന്ന് ഏറ്റവും കൂടുതൽ സ്നേഹിക്കാൻ കഴിവുള്ള കലാകാരന്മാരുടെ നാടാണ് കോഴിക്കോട്. കാരണം ബാവുക്ക തുടങ്ങി നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെ കോയക്ക തുടങ്ങിയിരിക്കുന്ന ഏറ്റവും നല്ല ഭക്ഷണം തരുന്ന ആളാണ് കോയക്ക. ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ ഞാൻ ആദ്യം കഴിച്ച ഏറ്റവും നല്ല ബോംബെ ഹോട്ടലിൽ, പിന്നെ അതുപോലെ തന്നെ പാരഗൺ, ഇതൊക്കെ നല്ല നല്ല ഫുഡ് കിട്ടും. പല വീടുകൾ എൻ്റെ കൂട്ടുകാരുടെ വീട്. കോഴിക്കോട് വന്ന് ഭക്ഷണം കഴിക്കാതെ ഞാൻ പോവില്ല. അതുപോലെ തന്നെയാണ് ഈ പടം, ഈ സിനിമ പാതിരാത്രി എന്ന് പറഞ്ഞ റത്തീന ആണ് എൻ്റെ ഡയറക്ഷൻ. സൗബിനാണ് ഹീറോ, അതുപോലെ തന്നെ നവ്യയാണ് ഹീറോയിൻ. ഞാൻ അതിൻ്റെ അകത്തൊരു വേഷം ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ അതിൻ്റെ അകത്ത് വേഷം ചെയ്യുന്നവരാണ്. പക്ഷേ ഞാൻ സൗബിൻ ഞങ്ങൾ ഡയറക്ഷൻ ചെയ്യുമ്പോൾ തുടങ്ങിയിട്ടുണ്ട്. നവ്യയായിട്ട് ഞാൻ പാണ്ടിപ്പടയൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഇവർ 3 പേരായിട്ട് ഞാൻ ആദ്യം അഭിനയിക്കുന്നതാണ്. ഇതൊരു ത്രില്ലർ. നിങ്ങൾ കാണേണ്ട പടം തന്നെ. ഞങ്ങൾ അഭിനയിച്ചാൽ ഞങ്ങളല്ല അഭിപ്രായം പറയേണ്ടത്, കണ്ടിട്ട് നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. തീർച്ചയായിട്ടും ഒരു കാരണവശാലും ഈ സിനിമ നിങ്ങളെ ബോറടിപ്പിക്കില്ലെന്ന് 100% നമുക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് ഈ സിനിമയെ നിങ്ങളെല്ലാവരും നെഞ്ചിലേറ്റണം, കണ്ട് പ്രോത്സാഹിപ്പിക്കണം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. അടുത്ത ആളിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ്സ് വെൽക്കം അക്ബറിന്റെ പാർട്ട്ണറിനും രണി അനിൽകുമാർ ആൻഡ് സഹദേവൻ ആൻഡ് വാസുനി 3 പേരെയും സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു. ബെൻസി പ്രൊഡക്ഷൻസിന്റെ പാർട്ടിൽ നിന്ന് ഇവർ 3 പേര് നമ്മളോടൊപ്പം സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. പ്ലീസ് വെൽക്കം. നവ്യ ചേച്ചി, കോഴിക്കോട് വരുമ്പോൾ എനിക്കറിയാം നല്ല ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്, കോഴിക്കോട്ടുകാരെ ഇഷ്ടമാണ്. അപ്പൊ ഇന്ന് വരുമ്പോൾ കുറച്ചുകൂടെ മധുരമുണ്ട് ഈ വരവില. പ്ലീസ് വെൽക്കം. പ്രിയപ്പെട്ട കോഴിക്കോട്ടുകാരെ, ഹലോ. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ നിങ്ങളെല്ലാവരും. ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ് കോഴിക്കോട് എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട് വരുമ്പോൾ പറയാറുണ്ട്. അതിലൊരു സംശയമില്ല. കോഴിക്കോട്ടെ ഭക്ഷണം, കോഴിക്കോട്ടുള്ള മനുഷ്യര്, വിരുന്നുകാരെ സ്നേഹിക്കുന്ന രീതി, ഞങ്ങൾ സിനിമാക്കാരെ നിങ്ങൾ സ്നേഹിക്കുന്ന രീതി, ഓരോ സിനിമയെ നിങ്ങൾ സ്വീകരിക്കുന്ന രീതി, മലബാർ റീജിയനിലേക്ക് ഒരു പടം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പടം സക്സസ് ആണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെ ഞങ്ങൾ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട്. റത്തീന ഒരു കോഴിക്കോടുകാരിയാണ്, ഈ സിനിമയിലുള്ള ആനൊരു കോഴിക്കോടുകാരിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ചേർന്ന് ആത്മീയം കോഴിക്കോടാണോ അങ്ങനെ കോഴിക്കോട് അല്ലാത്ത ഞങ്ങൾ കുറച്ച് പേരും കോഴിക്കോടുള്ളവരും കൂടെ ചേർന്ന് നിങ്ങളുടെ മുൻപിൽ
ഒരു സിനിമ എന്ന് പറയുന്നത് പലപ്പോഴും ദൈവത്തിന്റെ മുമ്പിൽ നിവേദ്യം കൊണ്ടുവന്ന് വെക്കുന്ന പോലെയാണ്. നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവന്ന് തരാണ്. ചിലപ്പോൾ നിങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോൾ 1 കൈ നീട്ടി സ്വീകരിക്കും, ചിലപ്പോൾ നിങ്ങൾ തട്ടി മാറ്റി കളയും. പക്ഷെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കാരണം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഓഡിയൻസിന് മാത്രം ഉള്ളതാണ്. അത് പൂർണ്ണമായിട്ടും നിങ്ങളുടെ തീരുമാനത്തിലേക്ക് വിട്ടുതരുന്നു. പക്ഷേ ആഗ്രഹമാണ്, ഞങ്ങളുടെ കഷ്ടപ്പാടിന് നിങ്ങൾ അംഗീകരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു, ഇല്ലേ? താങ്ക് യു സോ മച്ച്. ആൻഡ് കോഴിക്കോട് വന്ന് ഈ ഫംഗ്ഷൻ, നമ്മുടെ പാതിരാത്രിയുടെ ഒരു ഫംഗ്ഷൻ എവിടെ വെക്കണം എന്ന് ആലോചിച്ചപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടായിരുന്ന ഒരു പേരാണ് ഞങ്ങളുടെ പ്രൊഡ്യൂസറിനും, അക്ബർ ട്രാവൽസ് നാസർക്ക. അദ്ദേഹമാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നാസർക്കും എല്ലാവർക്കും, സൗബിനും ഒക്കെ കാലിക്കട്ട് എന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. അത് നിങ്ങളൊക്കെ തരുന്ന സ്നേഹം കൊണ്ടാണ്. ഇനിയും ഇനിയും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഉണ്ടാവുന്നു. സ്പെഷ്യലി ഫോർ പാതിരാത്രി ഈ വരുന്ന ഒക്ടോബർ 17-ാം തീയതി തിയേറ്ററുകളിലേക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് പാതിരാത്രി എത്തുകയാണ്. പ്ലീസ് ഡു വാച്ച് ആൻഡ് സപ്പോർട്ട് ഓൾ ഓഫ് us. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് അഗസ്ത്യൻ ആൻഡ് ഫ്രണ്ടോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇവിടെ അതിഥിയല്ല, ഞാൻ കോഴിക്കോട്ടുകാരിയാണ്. എൻ്റെ നാട്, അതെ, നമ്മുടെ നാട്ടിലാണ്. അപ്പം ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഒരു സിനിമ ചെയ്യണത്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം. എൻ്റെ അച്ഛനെ എന്തും സപ്പോർട്ട് ചെയ്ത പോലെ എൻ്റെയും കൂടെ നിർത്തണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. ഒക്ടോബർ 17-നാണ് പടം റിലീസ് ചെയ്യുന്നത്. നമ്മൾ കോഴിക്കോട്ടുകാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ പടം ഹിറ്റാക്കാൻ പറ്റും. അതുകൊണ്ട് പ്ലീസ് പോയി കാണണം. താങ്ക് യു സോ മച്ച്. ഇവരെല്ലാവരും ഇങ്ങനെ വന്നു നിൽക്കുമ്പോൾ അതിന് കാരണമായിട്ടുള്ള ഒരു പേഴ്സണാണ് തീർച്ചയായിട്ടും രതീന ചേച്ചി. ഇപ്പോഴും കഴിഞ്ഞ് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഉലകം കൊള്ളുമായിരുന്നു. നമ്മുടെ നാട് ഇവരോട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന സിനിമ, ആദ്യത്തെ സിനിമ OTT റിലീസായിരുന്നു. എൻ്റെ ആദ്യത്തെ തിയേറ്റർ റിലീസാണ്. നിങ്ങളെല്ലാവരും കൂടെ അത് വിജയിപ്പിച്ചെന്ന്, നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്ന തന്നെയാണ് എൻ്റെ വിശ്വാസം. വേറെന്താ പറയുക, 17-ാം തീയതി തിയേറ്ററിൽ വരും. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സിനിമ കാണണം. വേറെന്ത് പറയാൻ, സിനിമ കാണണം പ്ലീസ്. താങ്ക് യു സോ മച്ച്. യെസ്, ആൻഡ് ഇനി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ പോകുന്നത് നവി ചേച്ചിക്ക് ഒരു ചെറിയ സംശയം ഉണ്ടായിരുന്നു, കോഴിക്കോട്ടുകാരിയാണോ? അത് ആ കോഴിക്കോട്ട് പോകുന്നത് അതേപോലെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ലെറ്റ്സ് വെൽക്കം ആത്മീയ നവി ചേച്ചിയുടെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. ഞാൻ കോഴിക്കോടുകാരിയല്ല, പക്ഷെ കണ്ണൂരുകാരിയാണ്. നമ്മൾ അയൽവാസികളാണ്. ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മുടെ പടം പാതിരാത്രി 17-ന് റിലീസാവാണ്. കോഴിക്കോടുകാരെ വിചാരിച്ചാൽ, നമ്മൾ മലബാറുകാരെ വിചാരിച്ചാൽ ഹിറ്റാക്കാൻ പറ്റും പറഞ്ഞതുപോലെ. സോ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയിട്ട് പടം കാണും. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആൻഡ് ലെറ്റ്സ് വെൽക്കം ഷാജി മാരാർ. അദ്ദേഹത്തെ ഫ്രണ്ടിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ റൈറ്ററാണ്. പ്ലീസ് ജോയിൻ സർ. നമസ്കാരം. കോഴിക്കോടിനോടുള്ള ബന്ധങ്ങൾ ഡയറക്ടർ കോഴിക്കോടുകാരിയാണ്. അദ്ദേഹയുടെ ഇഷ്ടം പറഞ്ഞു, സൗബിൻ്റെ മറ്റുള്ളവരൊക്കെ പറഞ്ഞു. ഒരു കോട്ടയംകാരനായ ഞാൻ ഒരു കോഴിക്കോടുകാരൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്, മാറാട് എന്നുള്ള പേരിൽ. അപ്പോൾ കോഴിക്കോടിനോടുള്ള എൻ്റെ ഇഷ്ടം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, ഇത് വിജയിപ്പിക്കുക. ഇതിൻ്റെ പിന്നിൽ ഞങ്ങളുടെ കുറേ പേരുടെ എഫേർട്ടുണ്ട്. അതിനൊക്കെ ഒരു സക്സസ് കിട്ടണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും തിയേറ്ററിലെത്തി ഈ സിനിമ കണ്ട് വിജയിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് ഇനിയും പുതിയ പടങ്ങൾ ചെയ്യാനും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുകൊണ്ട് കോഴിക്കോടിൻ്റെ എല്ലാ പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. ഐ ലവ് കോഴിക്കോട്. ബൈ. താങ്ക് യു സോ മച്ച്. സോ ഇനി നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. എനിക്ക് തോന്നുന്നു നവ്യ ചേച്ചി ഒരുത്തി ഇതിനു മുൻപ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും ടാക്സി പ്രൊഡക്ഷൻസിൻ്റെ ഒരുപാട് നല്ല സിനിമകൾ കാണാറുണ്ട്. വീണ്ടും ഈ സിനിമയായിട്ട് വരുമ്പോൾ നമ്മുടെ പ്രൊഡക്ഷൻ സൈഡിലും അതോടൊപ്പം തന്നെ നമ്മുടെ അക്ബാറിൻ്റെ റീജിയണൽ ഹെഡ് മിസ്റ്റർ സഹദേവൻ അദ്ദേഹത്തെ മുൻപോട്ട് ക്ഷണിക്കുന്നു. പ്ലീസ് ജോയിൻ സർ. ബെൻസി പ്രൊഡക്ഷൻ്റെ, ഞാനിവിടെ സ്റ്റാൻഡ് ചെയ്ത് നിൽക്കുന്ന ബെൻസി പ്രൊഡക്ഷൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ഡോക്ടർ KV അബ്ദുൽ നാസർ, ആഷിയ അബ്ദുൽ നാസർ കൂടി ഒരുക്കുന്ന ഒരു ത്രില്ലർ മൂവിയാണിത്. നിങ്ങളെല്ലാവരും ഹൃദയപൂർവ്വം ഹൃദയത്തിൽ തൊട്ടുകൊണ്ട് ഈ മൂവിയെ തിയേറ്ററിൽ പോയി കാണണമെന്നാണ് നമ്മുടെ
സോ മച്ച്. ആൻഡ് ഇന്ന് ഇവിടെ ജോയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ഹൈലൈറ്റിന്റെ